ഹായ് ഫ്രണ്ട്സ്, സോയാബീനും മുട്ടയും വെച്ച് നമുക്ക് സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ജോസ് ഫുഡ് ആൻഡ് ട്രാവൽ ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനായി നമുക്ക് ഒരു 150 ഗ്രാം സോയാബീൻ എടുക്കാം. അത് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സോയാബീൻ ഇപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ മഞ്ഞ കളറും എല്ലാം നല്ല വന്നിട്ടുണ്ട്. ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ചായിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. നമ്മൾ 2 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. കാര്യം അരിപ്പ ചെറുതായതുകൊണ്ട് നമ്മൾ 2ആയിട്ടാണ് അത് വെള്ളം ഊറ്റി മാറ്റുന്നത്. അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. കാര്യം അതിനകത്ത് പിഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളം കൂടെ കളയേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചൂടോടെ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനാൽ നമുക്ക് കുറച്ച് നേരം കൂടെ വന്ന് അതിൻ്റെ ചൂട് മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാം. തണുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ സോയാബീനും ഞെക്കി അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. വെള്ളം കളഞ്ഞ സോയാബീൻ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. കൂടുതൽ അരയാണ്ട് കുറച്ച് അരഞ്ഞാൽ മതി. ഈ പരുവത്തിലായാൽ മതി. അതിനുശേഷം നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി മാറ്റി വെക്കാം. മസാല വഴറ്റാൻ വേണ്ടി 1.5 സവോള, ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങ, 2 വേപ്പില. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് മാറ്റി വെക്കാം. എണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറായി വരണം, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഏകദേശം അതിൻ്റെ കളർ മാറിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു 1.5 സവോള അതിട്ട് നമ്മൾ കുനുകുനായിട്ട് അരിഞ്ഞത് അതും ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. ഈ സവോളയും ഇതും ഇടുമ്പോഴാണ് ടേസ്റ്റ് ഫ്ലേവർ വരുന്നത്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പച്ചമുളക് ഇട്ട് വേവിക്കുക. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കവും തക്കാളിയും ഇട്ടുക. ക്യാപ്സിക്കവും തക്കാളിയും ഓവറായിട്ട് വെന്ത് പോകേണ്ട. അതിൻ്റെ ഒരു പച്ചമണം മാറി ഒരു കടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ആക്കാൻ. നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ സൈഡും വേകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ ക്യാപ്സിക്കത്തിൻ്റെ തക്കാളി ടേസ്റ്റാണ് കൂടുതൽ വരുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് മസാലക്കൂട്ടുകളായ 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇടാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, കുരുമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാല. അത് ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുണ്ട് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഗരം മസാല ഉപയോഗിക്കാം. ഈ മസാലയുടെ ആ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ആ മസാലയുടെ ആ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. നമ്മുടെ സവോളയ്ക്കും ക്യാപ്സിക്കത്തിലൊക്കെ ആ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലൊരു വഴറ്റുക. അടുത്തത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം. കാശ്മീരി മുളക് ആയതുകൊണ്ട് നല്ല കളറാണ് നമുക്ക് വരുന്നത്. എരിവ് വേണ്ടവർ കുറച്ചും കൂടെ അതിനോട് നോർമൽ മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എരിവ് കിട്ടും. നല്ല രീതിയിൽ നല്ലൊരു മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഉപ്പാണ്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി ഉപ്പ് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ തോരൻ ചെയ്യാനുള്ളത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ തീ. സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സുമായിട്ട് മസാലക്കൂട്ടുമായിട്ട് നല്ല രീതിയിൽ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, അതിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് കറിവേപ്പില. നല്ല രീതി നാടൻ കറിവേപ്പില അത്രയും നല്ലത്. നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശവും നമുക്ക് പറ്റിപ്പോകണം. അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ മുട്ട ഇതിനകത്ത് ചിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തോരൻ വെച്ചിരുന്ന ഒരു സൈഡിലേക്ക് മാറ്റി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 മുട്ടയാണ് നമ്മൾ ചിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തുള്ളി എണ്ണ, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്, കാര്യം മുട്ട വറുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ആവശ്യമുണ്ട്. 2 മുട്ടയിട്ട്
അതൊന്ന് വെന്തതിന് ശേഷം മാത്രമേ ചിക്കാവുള്ളൂ. എന്നാലും അത് കൃത്യമായിട്ട് ഒരു ഉണ്ട പോലെ മുട്ട കിട്ടത്തുള്ളൂ. മുട്ടയുടെ കളറ് മാറിയ ശേഷം നമുക്കത് ചിക്കി കൊടുക്കാം. നല്ല രീതിയിൽ ചിക്കി അത് നല്ലൊരു ഉണ്ട ആകുന്ന രീതിയിൽ മുട്ട നമുക്ക് ചിക്കി കൊടുക്കാം. മുട്ടയും കൂടെ ഇട്ട് ചിക്കിയാലേ അതൊരു നല്ലൊരു ടേസ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ മുട്ടയും കൂടെ നല്ല രീതിയിൽ അത് ചിക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ചൂട് കൂടുതൽ വേണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ എണ്ണമയവും അതുപോലെ തന്നെ ആ മുട്ടയുടെ ആ ജലാംശമൊക്കെ എല്ലാം മാറണം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ തോരനുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശം മാറുന്ന വരെ നമുക്ക് സോയാബീൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് വെച്ചാൽ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഒരു അര നാരങ്ങ, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ നാരങ്ങ നീരും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇളക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല സ്മെല്ല്, അതായത് മല്ലിയിലയുടെയും കരിവേപ്പിലയുടെയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. സോയാബീനും മുട്ടയും കൂടെ വെച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ തോരൻ ശരിയായിട്ടുണ്ട്. നമുക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. സാധിക്കുന്നതിൽ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.